അമ്മയും എൻ്റെ പെങ്ങളും അല്ലാണ്ട് ഒരു കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് അന്വേഷിക്കാൻ എനിക്കില്ല. എന്നെ അന്വേഷിക്കാൻ അപ്പോൾ ഫുള്ള് കാണുന്നില്ല അല്ലയോ? എന്നാ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഐശ്വര്യം തോന്നുന്നു? വീഡിയോ എടുത്തു തരാനായിട്ട് വേറൊരാളില്ല. അയ്യോ മരച്ചില്ലയൊക്കെ പൊത്ത് കയറുന്നു. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടം, അത്രയ്ക്ക് ഇഷ്ടം എനിക്ക്. ഒരു കമൻറ്റ് ഇട്ടിരുന്നു, കണ്ണനെ മരത്തിൻ്റെ ചോട്ടിലിരുന്നാണ് കണ്ടിട്ടുള്ളതെന്ന്. ഇതും മരത്തിൻ്റെ ചോട്ടിലാണ്. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ച്, എൻ്റെ പൊന്നു മോള നിന്നെ ഞാൻ പൊക്കുമെന്ന്. ഇതൊക്കെ നമ്മൾ റോട്ടിൽ കൂടെ ഇങ്ങനെ പൊക്കൊണ്ട് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ദേ പോകുന്ന ഒരു പ്രാന്തൻ എന്ന് വിചാരിക്കില്ലേ എന്ന് വിചാരിക്കുമെന്ന് ഞാൻ വിചാരിക്കും. ഇന്ന് മീനും ഒന്നല്ലേ, ഞാൻ കരുതിയേ കുളിച്ച് സെറ്റപ്പായി ഒരു മുണ്ടൊക്കെ കൊടുത്ത് ഒരു ബ്ലോഗും കുറച്ച് റീൽസും ഒക്കെ അങ്ങ് എടുക്കാമെന്ന്. എന്നാൽ പിന്നെ തുടങ്ങിയാലോ? സംഭവം ആദ്യമേ തന്നെ നമുക്ക് മുടി ഒന്ന് ചീകിയേക്കാം അല്ലേ? അവൾ വരുവാറാ എൻ ഉടഞ്ചു പോന്ന നെഞ്ചം പാർക്ക് അവൾ വരുവാറാ. അപ്പോൾ നമ്മൾ ആദ്യം മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇടേണ്ടതൊക്കെ ഇട്ടിട്ട് മുണ്ടെടുത്തേക്കാം. എങ്ങനെയുണ്ട് മുണ്ടെടുത്തിട്ടൊന്ന്? കുറച്ച് നാളായി മുണ്ടെടുത്തിട്ട്, ഒന്ന് നോക്കാം. ലെറ്റ്സ് മുണ്ടുടുക്കൽ. ഓക്കെ, ചപ്പറ കളറാ? എനിക്ക് കളറൊന്നും വേണ്ട. യുനോ എൻ്റെ സബന് നാച്ചുറൽ ബ്യൂട്ടിയാണ് ഇഷ്ടം. അങ്ങനെയാ? ചന്ദനം ഇട്ടേക്കാം അല്ലേ? എന്ത് പറയുന്നു ഗായ്സ്? മുണ്ട 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 ഉടത്തില്ല എന്ന് വേണ്ട. അവൾ വരുവാറാ എന്നോടഞ്ച് പോണ നെഞ്ചം പാക്ക അവൾ വരുവാറാ. ആരെ മുണ്ട് സെറ്റാക്കുന്നതൊരു പരിപാടിയാ അല്ലേ? ഒരു ചടങ്ങാ. ഫുള്ള് കാണുന്നില്ല അല്ലയോ? എന്നാ സെറ്റപ്പ് ആക്കാം. ഒന്നും ഉണ്ടാട്ടിരിക്കോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പിന്നെ അത് കട്ട് ചെയ്ത് അങ്ങനെ പറഞ്ഞ കൊല്ലും ഞാൻ നിന്നെ. നമുക്ക് പുറത്തു പോവാം. ഉണ്ണിക്കുട്ടൻ പറഞ്ഞ് കുറച്ച് ജെല്ലും കൂടൊക്കെ തേക്ക് മുടിക്കൊരു ഷൈനിങ് വരുമെന്ന്. ഞാൻ വീഡിയോ ഇല്ല. ഇവൻ കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. എല്ലാം കട്ട് ചെയ്യണം. ഇന്നങ്ങോട്ട് സെറ്റ് ആകുന്നില്ല, എനിക്കങ്ങോട്ട് തൃപ്തികരമാവുന്നില്ല. അല്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ കൊണ്ട് സന്തനം ഇട്ടാലോ? സന്തനം മണി സന്ധികളുടെ സ്ഥടയിൽ സ്ഥടനം തുടരുക. ഇതിന് വെള്ളം വേണ്ട ഇനി? ചന്ദന അല്ല, വീണില്ല. എന്തുകൂടി ഇത് കിഴക്ക് നോക്കി എന്നൊക്കെയാണോ തരുതേ? കിഴക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് എല്ലാം പോയി. മഞ്ഞളൊന്നും വേണ്ട. മഞ്ഞളാകുമ്പോൾ ശരിക്കും കളർ വരില്ല. മറ്റേ ഇപ്പോഴൊന്നും ഇതാവില്ല കേട്ടോ, ഇതാവില്ല. കുറേ കഴിഞ്ഞിട്ടാണ് താമസിക്കൂല ഗൈസ്. നമ്മൾ മഞ്ഞൾ കുറച്ച് മഞ്ഞൾ കൂടി. അതാ ഞാൻ സൈഡിലേക്ക് വെച്ചു. കറക്റ്റ്, പാകത്തിന് സെറ്റ്. മഞ്ഞപ്പൊട്ടോ? മഞ്ഞപ്പൊട്ട് കൂട്ടിയിട്ടിട്ട് വരാം. ഇച്ചിരി കൂടെ വെള്ളം വേണമെന്ന് തോന്നുന്നു. വെള്ളം കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട്. മോളി ഇടണോ, നടുക്കിടണോ, താഴെ ഇടണോ? ഇവിടെ ഞാൻ മനസ്സിൽ കാണിച്ചു തരാം കേട്ടോ. വെള്ളമില്ല, വെള്ളാക്കത്തില്ല. നമുക്ക് അവിടെ പോയിട്ടോ വാഷ് ബേസിനോട് പോയിടാം.
ഇനി അങ്ങ് പോകണോ? അപ്പോൾ ഞാൻ കൊണ്ടുവരുന്നു. ഓ ഓട് ഇവിടെ കൊണ്ടുവരുന്നത് ഓട്. വാഷ് ബേസിൻ്റെ അവിടെ പോകണമെന്ന് ഒരു സന്താനം ഇവിടെ എന്ത് ചെയ്യണം. ആ പക്ഷെ അവിടെ പൈപ്പുള്ളതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം അടിക്കാം. ഇവിടെ ഇരിയ ഡാക്കള, നീ ഇനി കാണുന്നുണ്ടോ ഡാക്കളെ? വീഴേ കൂടണ്ട ചേട്ടാ. കാണിച്ചാൽ ഞാൻ കറക്റ്റ് കാണിച്ചാൽ ഇങ്ങനെ എടുക്കുക. ഇയാള് ഭയങ്കര ബൂട്ടി മാൻ അല്ലേടേ. ഇയാൾക്ക് എവിടെ ഇട്ടാലും ബൂട്ടിയാ. നമുക്ക് അങ്ങനെയാണോ? ലേശം കൂടി വെള്ളം ഇട്ടോട്ടോ, ഷേപ്പ് മാറിയൊന്നു. പ്രൊഡക്റ്റോ പതിയണില്ല. കുറച്ചും കൂടി വെറുതെ ലട്ടാ. ശരിക്കും ഈ സാധനം ഇട്ട ശരിക്കും മുഖത്തിനൊരു പ്രത്യേക ഒരു ഐശ്വര്യമില്ലേ? ആണോ? ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ശരി കേട്ടോ ഇയാള്. അവൻ പറയുന്നേ ഇതിട്ടാ മുഖത്തിനൊരു പ്രത്യേക ഐശ്വര്യമാണ് എന്നൊക്കെ തള്ളുന്നു. എനിക്കറിയാൻ പാടില്ല. ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഐശ്വര്യം തോന്നുന്നു? തോന്നുന്നെങ്കിൽ ഓക്കെ. ചന്ദനമൊക്കെ ഇട്ട് പോകും. ഇവിടെ അമ്പലം ഇല്ല, ഒരു തേങ്ങാക്കരും ഇല്ല. പക്ഷെ അങ്ങോട്ട് സെറ്റ് ആവണില്ലല്ലേ? ഞാൻ എപ്പോഴേ പറഞ്ഞു, ഞാൻ പറഞ്ഞു കേട്ടാ. മതി 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 തുടച്ചേക്കും. അടിഭാഗം നൈസായിട്ട് ഇതൊരു ശരിയല്ലേ? അപ്പോൾ ഫൈനൽ ഇതാണ്. പിന്നെ നമ്മൾ മുണ്ടടക്കം എനിക്ക് കാണിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് അത്ര ഡിസ്റ്റൻസ് ഇവിടെ ഇല്ല. ഇല്ലെങ്കിൽ ഞാൻ ഇനി വെളിയിൽ പോകണം, അല്ലെങ്കിൽ വെളിയിൽ പോയിട്ട് കാണിക്കാം. ഓക്കെ കമ്മാ. ആക്ച്വലി ഇവിടെ നിന്നിട്ട് എനിക്കത് ഫുൾ ഫ്രെയിമിൽ കാണിക്കാനായിട്ടുള്ള ഒരു സ്ഥല സൗകര്യം ഇവിടെ ഇല്ല. ഇതിപ്പോൾ ഇതേ പറ്റൂ. ദിസ് ഈസ് ഒള്ളി ഇതേ നിവർത്തി. കൊള്ളാവോ ഇല്ലയോ ഒന്നും അറിയില്ല. കൊള്ളാവോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല. ഇതെന്തുവാ ഇതൊക്കെ? ഈ മുണ്ട് ഞാൻ അങ്ങനെ, ഈ വൈറ്റ് മുണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. വല്ലപ്പോഴും എനിക്കൊന്ന് ഓണത്തിന് മറ്റോ കണ്ട് ഉടുത്തതെങ്ങാണ്ടാണ്. പിന്നെ ഇവിടെ നിന്ന് മേടിച്ച മുണ്ട്, ഇവിടുത്തെ മുണ്ടൊന്നും കണക്കാണ്, എല്ലാം കണക്കാണ്. ഒരുമാതിരി തൊലിഞ്ഞൂത്തിയ മുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ സൂപ്പർ മുണ്ട് കിട്ടും കേട്ടോ. സോറിയാ, നൂലിങ്ങനെ ഇരിക്കുന്നു, എനിക്കത് ഇരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ നമ്മളിങ്ങനെ മുണ്ട് എടുക്കുന്നു, ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി ഇങ്ങോട്ട് കുത്തുന്നു. അയവാ സെറ്റ്. ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. അപ്പോൾ ലെറ്റ്സ് ഒന്നുമില്ല. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി എന്താ പറയേണ്ടത് ഒന്നും അറിയാൻ പാടില്ല. എനിവേ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ പരിപാടികൾ. ഇന്നിപ്പോൾ ഒരു 2-3 റീലുകൾ എടുക്കും കേട്ടോ. കുറച്ച് അഭിനയം ഞാൻ കുറച്ച് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്ത് അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ച് കുറച്ച് റീലൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു അൾട്ടിമേറ്റ് ആഗ്രഹം. ആൻഡ് ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. എന്തേ നല്ലതല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ കാണുമെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. മുണ്ടിപ്പോൾ ഞാൻ എങ്ങനെ കാണിക്കുക? ആരോ പറഞ്ഞു കേട്ടോ മുണ്ട് ഉടുക്കുന്ന കാര്യം, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഉടുത്തത്. ഓക്കെ, ഇങ്ങനെയാണ് മുണ്ടുടുത്താൽ ഞാൻ. ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ ഈ പുറത്തോട്ടൊന്നും അങ്ങനെ മുണ്ടുടുത്ത് പൊക്കൂടാന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് വലിയ പിടിയൊന്നുമില്ല. എന്താ വിഷയം എന്താ ആകുമെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ എന്നാലും ജസ്റ്റ് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് പോയിട്ട് പോരാ. ഞാൻ 1-2 സ്ഥലങ്ങൾ, നമ്മുടെ ഉണ്ണിക്കൂട്ടം പുറത്തോട്ട് പോയിട്ടുണ്ട്. അവനെ വഴിക്ക് വെച്ച് കിട്ടുവാണെങ്കിൽ 1-2 ഷോട്ടുകൾ എടുക്കാനുണ്ട് നമുക്ക് റീലിടാൻ. എവിടെ പോയോ എന്തോ, ഉണ്ണിക്കുട്ടനെ കാണുന്നില്ല കേട്ടോ. ഓക്കെ, എനിവേ എന്തായാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. അതുകൂടെ പറഞ്ഞ് നമുക്ക് ഈ ഒരു വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാം അല്ലേ? സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്നലെ എന്നോട് എൻ്റെ പറഞ്ഞു ഇന്ന് മീനം 1 രാവിലെയൊക്കെ എഴുന്നേറ്റ് അടിച്ചനച്ച് കുളിച്ച് വൃത്തിയായിട്ട് ഒക്കെ ഇരിക്കടേ എന്നിങ്ങനെ പറഞ്ഞു. സംഭവം വീഡിയോ എടുത്തു തരാനായിട്ട് വേറൊരാളില്ല. അയ്യോ മരച്ചില്ലയൊക്കെ പൊത്ത് കയറുന്നു. അപ്പോൾ സംഭവം അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ്
ഇന്നത്തെ ഒരു ഔട്ട്ഫിറ്റ്. എല്ലാവരും ഔട്ട്ഫിറ്റൊക്കെ പറയത്തില്ല. ഔട്ട്ഫിറ്റ് കോസ്റ്റ് എത്ര? എല്ലാം കൂടെ ഒരു 50 ദിറംസോ 100 ദിറംസോ ആവുമായിരിക്കും, അറിയില്ല. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് ഞാൻ പറയാനും അല്ലെങ്കിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതിയത്. ചുറ്റും നോക്കുന്ന വേറൊന്നുമല്ല, ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു സഭാകമ്പം വരും. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇന്ന് ഈ പകൽ സമയത്ത് ഇവിടെ നോയമ്പായതുകൊണ്ട് പകൽ സമയത്ത് ഈ ഹോട്ടൽ, ബേക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ തുറക്കില്ല എന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ആട്ടെ, ഞാൻ കണ്ടിട്ടില്ല തുറന്ന് അടഞ്ഞാൽ കിടക്കുന്നത്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഒരാൾ പോയി കേട്ടോ, അതാ. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ കമൻറ്റുകൾ വരും. നമ്മളെല്ലാ കമൻറ്റ്സിനും ഇങ്ങനെ കൃത്യമായ മറുപടികൾ അല്ലെങ്കിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഒരു വട്ടം പറഞ്ഞ കാര്യം അത് ഓക്കെ. എനിക്കറിയില്ല എല്ലാവരും ഒക്കെ ഇത് കാണുന്നുണ്ടോയെന്നൊന്നും നമുക്കറിയത്തില്ല. കാണുന്നവർ അറിയും, അല്ലാത്തവർക്ക് അറിയാൻ പറ്റത്തില്ലായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അതായത് സത്യം പറഞ്ഞാൽ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യവും ഞാൻ ഒരുപാട് എന്താ പറയുക, ഒത്തിരി ആളുകളുമായിട്ട് അങ്ങനെ ഇടപഴകുന്ന ഒരാളല്ല. പക്ഷേ എനിക്ക് ആരായാലും എന്നോട് മിണ്ടി തുടങ്ങിയാൽ ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും. അതുപോലെ തന്നെ എനിക്ക് അത് ഞാൻ പറയുന്ന തമാശകളാണെന്നല്ല, പക്ഷേ ആ ഒരു രീതിയിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നല്ലപോലെ സംസാരിക്കാറ്. അങ്ങനത്തെ ആളാണ്. പിന്നെ 2, എനിക്കങ്ങനെ പെർമനൻ്റായിട്ടൊരു ശത്രു എന്ന് പറയുന്നൊരു സാധനമില്ല. അങ്ങനെ എനിക്ക് ഉണ്ടാക്കാനായിട്ട് താല്പര്യമില്ല. ഇന്ന് ഞാൻ മഴ കൂടിയാലും നാളെയെങ്കിലും എനിക്ക് മിണ്ടിയില്ലെങ്കിൽ പിന്നെ സമാധാനം കിട്ടത്തില്ല. അങ്ങനത്തെ ഒരാളാണ്. 3 എന്തോ 3 പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നിപ്പോൾ ഒന്ന് ഡ്രിം ചെയ്ത് സെറ്റപ്പായി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. പിന്നെ ആരോ എന്തോ പിന്നെ ഉണ്ടല്ലോ വേറൊരു കാര്യം, എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ആരെങ്കിലുമൊക്കെ എന്നെ മോശമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലോ, അതല്ല എങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്തേക്കുന്നവരെ മോശമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ, അത് ഞാൻ കാണാനിടയായാൽ ഞാൻ അത് റിമൂവ് ചെയ്യും കേട്ടോ. അതിൽ എനിക്കിത് കാണുമ്പോൾ എൻ്റെ ഉള്ളിലൊരു വിങ്ങലും തിങ്ങലും ഒക്കെ വരും. എനിക്ക് പിന്നെ വീഡിയോ ചെയ്യാനേ തോന്നത്തില്ല. കാരണം അതങ്ങനെയാണ്, എന്താണെന്നറിയത്തില്ല. എൻ്റെ മാനസികാവസ്ഥ ഇപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഒരേ ഒരു കമൻറ്റ് എനിക്ക് അങ്ങനെ വന്നായിരുന്നു കേട്ടോ. അതെനിക്ക് അങ്ങോട്ട് അത്ര മോശമൊന്നുമല്ല, എന്നാലും എനിക്കതങ്ങോട്ട് ഡൈജസ്റ്റഡ് ആവാത്തത് കൊണ്ട് ഞാനത് നൈസായിട്ടൊക്കെ റിമൂവ് ആക്കി. പിന്നെ വിമർശനങ്ങൾ വരുമ്പോഴാണ് എല്ലാവരും, ഞാനങ്ങനെ ഇപ്പം അങ്ങേറ്റ ഹൈപ്പിലെത്തണമെന്നൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഒരു മീഡിയം പരുവത്തിൽ ഇങ്ങനെ അങ്ങ് പോകണം എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് മുമ്പോട്ട് പോകണം, ജീവിച്ച് പോകണം എന്നതാണ് നമ്മുടെ മാറ്റർ. ഓക്കെ. അപ്പോൾ ഇന്ന് സൺഡേ, മീനോ 1. എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് അമ്പലത്തിൽ പോകുന്നവർ അമ്പലത്തിൽ, പള്ളിയിൽ പോകുന്നവർ പള്ളിയിൽ, അങ്ങനെ എങ്ങനെയാ വെച്ചാൽ. മീനോ 1 ആയതുകൊണ്ട് പള്ളിയിൽ പോകണമെന്നല്ല കേട്ടോ, എനിക്കറിയത്തില്ല നാട്ടിലെ സംഭവം. അപ്പോൾ എന്തായാലും അമ്പലത്തിലൊക്കെ പോകുന്നവർക്കൊക്കെ അമ്പലത്തിലൊക്കെ പോയി വിശാലമായിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ കരുതുന്നു മൈ ഡിയർ ഫ്രണ്ട്, നീയും പോയി കാണും അമ്പലത്തിലൊന്ന്, രാവിലെ അല്ലെങ്കിൽ വൈകിട്ടല്ലേ. ഓക്കെ. എനിക്ക് ഈ അമ്പലത്തിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അമ്പലത്തിനകത്തുള്ള ആ ഒരു, ഞാൻ ഈ കൊട്ടാരക്കര അമ്പലത്തിനകത്ത് കയറുമ്പോൾ ഒരു മണമുണ്ട്, ഒരു സുഗന്ധം. ഇങ്ങനെ ഈ ചന്ദനത്തിൻ്റെയോ അവിടെ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളുടെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്കത്. അപ്പോൾ അങ്ങനെ അതുപോലെ എല്ലാ അമ്പലങ്ങളിലും എനിക്ക് കയറുമ്പം കിട്ടുന്നൊരു ഫീൽ അതാണ് കേട്ടോ എനിക്ക്. അല്ലാണ്ടിപ്പം എനിക്ക് എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം അവിടെ ചെല്ലുമ്പോൾ സാധിക്കാൻ പറ്റും എന്ന് ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് വൈബുണ്ട്. ആ സാധനം ഉണ്ടല്ലോ, അതങ്ങനെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ ഇരിക്കണം എന്നൊന്നും അല്ല കേട്ടോ. വല്ലപ്പോഴും ഞാൻ ആണ്ടിലും ആവണിക്ക് അമ്പലത്തിൽ പോകാറുള്ളൂ, അത് വേറൊരു കാര്യം. പക്ഷെ പോകുമ്പോൾ അത് നല്ല പോലെ പോയി ഒക്കെ വരണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. നടക്കാറൊന്നുമില്ല അങ്ങനെ എപ്പോഴും. ബട്ട് ഇനിയിപ്പോൾ ഇതെല്ലാം ഇവിടെ നിന്ന് ഞാനങ്ങ് നാട്ടിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ഒരു പക്ഷേ ഞാൻ അത്യാവശ്യം എന്താ പറയുക, ഒന്ന് സെറ്റിൽഡ് ആണ് എന്നുണ്ടെങ്കിൽ സ്ഥിരമായും അങ്ങനെയൊക്കെ രീതിയിൽ പോയി, അതായത് രാവിലെ എഴുന്നേൽക്കുന്നു, എല്ലാ ദിവസവും അല്ല വല്ലപ്പോഴും അമ്പലത്തിലൊക്കെ പോകുന്നു, അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ, അതുപോലെ എന്താ പറയുക ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു കാം ആൻഡ് നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ്, അതിങ്ങനെ വളരെ സന്തോഷകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരാളാണ്. ഒക്കെ നടക്കുമെന്നറിയില്ല, ലെറ്റ്സ് സീ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നതിൽ ഞാനിതൊക്കെ തന്നെ പറയാൻ പോകുന്നത്. പിന്നെ നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഓർത്ത് വെക്കും കേട്ടോ പറയണമെന്ന്. പക്ഷെ ഒരു കാര്യം, ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ എത്തുമ്പോഴത്തേക്ക് ഇതൊക്കെ മറക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മറക്കുന്നതാണ്, എന്താ കാര്യമെന്ന് എനിക്കറിയില്ല, ഞാൻ മറന്നു പോകുന്നതാണ് സംഭവം വിട്ടു. പിന്നെ ആരോ ഒരു കമൻ്റ് ഇട്ടിരുന്നു, കണ്ണനെ മരത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് കണ്ടിട്ടുള്ളതെന്ന്. ഇതും മരത്തിൻ്റെ ചുവട്ടിലാണ്. ഓക്കെ, ഹാപ്പി അല്ലേ? അപ്പോൾ
മരത്തിൻ്റെ ചോട്ടിൽ കണ്ട് ആ ഒരു വിഷമം അങ്ങോട്ട് മാറിയില്ല. കാര്യം വേറെ ഒന്നുമല്ലെന്നേ, റൂമിലെന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ പലരും ഈ വീഡിയോയിലൊക്കെ വരുന്നതിൽ എത്ര ഇൻട്രസ്റ്റഡ് അല്ലാത്തവരുണ്ടാവാം. അതല്ലെങ്കിൽ എപ്പോഴും അവരെ ഞാനിങ്ങനെ എപ്പോഴും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവർക്കതൊരു ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് നമ്മുടെ മാത്രം കാര്യങ്ങൾ ആലോചിച്ചാൽ പോരാ, നമ്മളൊരാൾ മാത്രം അല്ലല്ലോ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് വീഡിയോ ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. പുറത്തോട്ട് വന്ന് ഇവിടെ ആകുമ്പോൾ ആരുമില്ല, ആരുടെയും ബുദ്ധിമുട്ടില്ല, ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അന്ന് കരുതിയിട്ട് വന്ന് നിന്ന് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത് എന്താ പറയാൻ, ഇങ്ങനെയൊക്കെ അങ്ങ് പോണടേ. പിന്നെ എല്ലാം ശരിയാവും എന്ന് കരുതിയാണ് പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും എന്തായാലും നിങ്ങൾക്കറിയാൻ ഒരുമാതിരിയൊക്കെ അറിയാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ ഒട്ടുമിക്ക വീഡിയോയും ചെയ്ത് ഇടാറുണ്ട്. ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം അല്ല കേട്ടോ, 75% ഒക്കെ ഞാൻ പറയാം. അങ്ങനെ 100% നമുക്കങ്ങ് പറയാൻ ചിലതൊക്കെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ കാണില്ലേ, അതങ്ങോട്ട് മറന്നേക്കുക. എന്നിട്ട് നമുക്ക് മുമ്പോട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് പോവാം. അങ്ങനെയൊക്കെ ആഗ്രഹം കേട്ടോ. എനിക്കെപ്പോഴും ഭയങ്കര സന്തോഷമായിട്ടിരിക്കാനാണ് ഇഷ്ടം. ഈ സന്തോഷത്തിനിടെ ചില കരടുകളുണ്ട്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തികട്ടും, ശരിയാണ്. പക്ഷേ സന്തോഷമില്ലാതെ അല്ലെങ്കിൽ എപ്പോഴും ചിരിച്ചും കളിച്ചും മസിൽ പിടിക്കാതെ നടക്കുക എന്നുള്ളതാണ് എൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം. എനിക്കിങ്ങനെ മസിലും പിടിച്ച് ആരുടെ മുമ്പിൽ അല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിലൊന്നും ഒരു താല്പര്യമില്ല. വളരെ ചിരിച്ച് സന്തോഷമായിട്ട് കളിയും ചിരിയും ബഹളമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുക. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ മഴക്കും ബഹളമൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങോട്ട് സോൾവ് ചെയ്ത് പോകണം. അങ്ങനെ അങ്ങോട്ട് പോവുക. അത് കൂട്ടുകാരാണെങ്കിലും ശരി, വീട്ടുകാരാണെങ്കിലും ശരി, നാട്ടുകാരാണെങ്കിലും ശരി, എല്ലാവരുടെ അടുത്തും എനിക്കിതേ മൈൻഡാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ എന്നോട് കൂടുതൽ അടുക്കാൻ പറ്റും. മേ ബി അത് മനസ്സിലാക്കുക എല്ലാവരും. പിന്നെ ഒരുപാട് പേര് അതൊരു കാര്യം പറയാൻ മറന്നുപോയി. ഒരുപാട് പേര് ഇപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ച്, എൻ്റെ പൊന്നു മോള നിന്നെ ഞാൻ പൊക്കുമെന്ന്. അതായത് മോളാണോ മോനാണോ എന്ന് എനിക്കറിയത്തില്ല, പേരിട്ടിരിക്കുന്നത് ഒരു പെങ്കൊച്ചിൻ്റെ പേരാണ്. പേര് ഞാൻ പറഞ്ഞു അജീഷ അങ്ങനെ എന്തോ ഒരു പേരാണ് ഇട്ടേക്കുന്നത്. ഞാൻ നിന്നോടൊരു 100 തവണ പറഞ്ഞ് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഖണ പറഞ്ഞും കൊണ്ട് മെസ്സേജ് അയക്കല്ലേ എന്ന്. ചോറുണ്ടോ, ഉറങ്ങിയോ, കഴിച്ചോ എന്നൊക്കെ അതിനകത്താണോ, യൂട്യൂബിൻ്റെ കമൻറ്റിലാണോ ചോദിക്കുന്നത്? ഇത് പരിപാടിയായി കാണിക്കുന്നത്. എനിക്കുള്ള ഇമെയിൽ ID ഉണ്ട്, ഇനി അതല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, നിനക്ക് DM ചെയ്യാം, അതായത് ഡയറക്റ്റ് മെസ്സേജ് അത് ചെയ്യാം. അതും ഒരു അരോചകമാകരുത്, ആവശ്യത്തിന്. സുഖമാണോ, ആണെങ്കിൽ ആണെന്ന് പറയും, ഗുഡ് മോർണിംഗ് പറയും, അത്രയൊക്കെ. അപ്പോൾ അന്ന രീതിക്ക് പോവാം. അപ്പോൾ അത് ഒരുപാട് പേര്, അത് ഞാൻ ഈ പറയുന്നത് ആ കുട്ടിക്ക് അറിയോ അല്ലെങ്കിൽ ആ ചെക്കൻ അറിയോ എന്ന് എനിക്കറിയത്തില്ല. അറിയാമെങ്കിൽ ചെയ്യുക, ഇനി അറിയത്തില്ലെങ്കിൽ നീ അതിനകത്ത് ഇങ്ങനെ കമൻ്റ് ഇടാതെ എല്ലാവരുടെയും കമൻറ്റിൻ്റെ അടിയിൽ പോയിട്ട് സുഖമാണോ, കഴിച്ചോ, ഉറങ്ങിയോ, മിണ്ടൂല, പിണക്കോ, ബോറടിക്കുന്നു, എന്തൊക്കെയാണ് ഈ പറയുന്നത്? അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അങ്ങനെ ചെയ്തത് മോശമല്ലേ ഇത്? 10 പേര് കാണുന്നില്ല, എന്ത് വിചാരിക്കും? അങ്ങനെയൊന്നും പറയരുത്. ആൻഡ് വേറെ കാര്യമുള്ളത്, ഡയറക്റ്റ് എൻ്റെ ഇൻസ്റ്റഗ്രാം എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. യൂട്യൂബിൽ എൻ്റെ ലിങ്ക് ഉണ്ട്, അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. എടുത്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാവരോടും സന്തോഷം. ഞാൻ പറയുന്നത് ഇതാണ്, ഞാനെപ്പോഴും ഇതാ എൻ്റെ ക്യാരക്ടർ, ഞാനും ഇതാണ്. ഞാനിങ്ങനെ വളരെ ചിരിച്ച് കളിച്ച് തമാശിച്ച് അങ്ങനെയൊക്കെ എനിക്ക് പോകാനാണ് ഇഷ്ടം. എനിക്കത് വളരെ ഇഷ്ടവും എനിക്കങ്ങനെ പറ്റുള്ളൂ. എനിക്കെല്ലാവരും ഈ വളരെ റഫായിട്ട് നിൽക്കുക, ടഫായിട്ട് നിന്ന് പെരുമാറുക, ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല, എനിക്ക് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല. സോ അങ്ങനെയാണ് ഞാനെന്ന് കരുതി വേണം ആരായാലും എന്നോട് സഹകരിക്കാൻ, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ, ഒരു ഫ്രണ്ടായിട്ട് ഓക്കെ സഹകരിക്കാനും മെസ്സേജ് അയക്കാനും. അല്ലാതെ ഞാനെന്തോ ഒന്നുമല്ല കേട്ടോ, ഒരു ബിഗ് 0 ആണ്. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. എന്തായാലും ഈ മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. എന്താ പറയുക, എനിക്കെന്താ തരേണ്ടതെന്നോ എനിക്കെന്ത് പറയണമെന്നും എനിക്കറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ തിരക്കാനും അന്വേഷിക്കാനും ഒക്കെ ഉണ്ട്. എന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും അല്ലാണ്ട് ഒരു കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് അന്വേഷിക്കാൻ എനിക്കില്ല. എന്നെ അന്വേഷിക്കാൻ വേറെ ഒരു മനുഷ്യനും ഇല്ല. ഞാൻ അങ്ങനെ അധികം ആരുമായിട്ടും കമ്പനി കൂടാൻ പോകുന്ന ഒരാളല്ല. അത് മെയിനായിട്ട് ബന്ധുക്കളോട്. ഞാൻ ഒരിക്കലും അധികം കമ്പനി കൂടാൻ പോകുന്ന ആളല്ല. 2, ഞാൻ ആൾ ഡീസൻ്റ് അല്ല, അതെനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. ഞാൻ അത്ര പെർഫെക്റ്റ് ഡീസൻറ്റോ 100% പുണ്യാളനോ ഒന്നുമല്ല. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ആരോടും അധികം ഇടപഴകാൻ പോകാത്തത്. പിന്നെ അഥവാ ഇടപഴകുന്നെങ്കിൽ എൻ്റെ കുറ്റങ്ങളും കുറവുകളും എൻ്റെ ന്യൂനതകളും എല്ലാം അറിഞ്ഞിട്ട് സന്തോഷമായിട്ട് എന്നോട്, അല്ലെങ്കിൽ അതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സഹകരിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ എന്നോട് നിൽക്കുന്ന പോലെ ഞാനും നിൽക്കും കേട്ടോ. അത് വേറെ കാര്യം. എന്നോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നവരോട് ഞാനും വളരെ ഫ്രണ്ട്ലി ആയിരിക്കും. എന്നോട്
ഫ്രണ്ട്ലി ആയിട്ട് നിന്നിട്ട് മോശം മനസ്സിൽ അല്ലെങ്കിൽ സോറി അങ്ങനെയല്ല, എന്നോട് മോശമായി നിൽക്കുന്ന ഒരാളോട് ഞാനും മോശമായിട്ടായിരിക്കും നിൽക്കുന്നത്. അതായത് ഒരു മിറർ അത്രയേ ഉള്ളൂ. ഒരു കണ്ണാടിയിലോട്ട് നമ്മൾ നോക്കിയാൽ നമ്മളെ കാണില്ലേ എന്ന പോലെ എൻ്റെ അവസ്ഥ. എന്നെ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ. നിങ്ങൾ എന്താണോ എന്നോട് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും ഞാൻ അങ്ങോട്ടും. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവരോടൊക്കെ ഒരുപാട് ഓക്കെ. പിന്നെ വേറെന്താ, അപ്പോൾ എന്തായാലും അടിച്ച് പൊളിക്ക്. ഞാനെന്നാൽ റൂമിലോട്ട് പോട്ടെ. ഉണ്ണിക്കുട്ടനെ കാണുമെന്ന് കരുതിയാണ് ഞാൻ ഇറങ്ങി വന്നത് കേട്ടോ. ഈ മുണ്ടൊക്കെ ഏതാണ്ട് മടക്കി കുത്തിയൊക്കെ കൊടുത്തേക്കുന്നു. മടക്കി കുത്തി എടുത്തോണ്ടെന്ന് ഇവിടെ പൊക്കൂടാ. എനിവേ അപ്പം ഞാൻ റൂമിലോട്ട് പോവുക കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ, ഞാൻ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതിലേക്ക് വണ്ടി ആളുമൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ വളരെ സ്ട്രൈറ്റ് ഈ ക്യാമറ പിടിച്ച് സംസാരിച്ച് തന്നെ നടക്കുന്നുണ്ട്. എനിക്കൊരു ലേശം ധൈര്യം കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. കൂടട്ടല്ലേ. കാരണം എനിക്ക് ഈ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ചിരി വരും, എനിക്ക് കൈയും കാലും ഒക്കെ പൊങ്ങും, പല ആക്ഷനുകളും വരും. ഇതൊക്കെ നമ്മൾ റോഡിൽ കൂടെ ഇങ്ങനെ പൊക്കൊണ്ട് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ദേ പോകുന്ന ഒരു പ്രാന്തൻ എന്ന് വിചാരിക്കില്ലേ എന്ന് വിചാരിക്കുമെന്ന് ഞാൻ വിചാരിക്കും. അതാണ് എൻ്റെ കുഴപ്പം. എനിവേ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഉണ്ണിക്കുട്ടനെ കാണാൻ പറ്റില്ല. ഞാൻ എന്തായാലും നേരെ റൂമിലേക്ക് പോവുകയാണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു ദിവസം എപ്പോഴെങ്കിലും കാണാം. സീനിലെ അല്ലെ എന്താ പറയണ്ടേ, സീൻ അനദർ വീഡിയോ അല്ല, സീൻ നെക്സ്റ്റ് വീഡിയോ അല്ലേ വേണ്ട. ഓക്കെ, ബൈ.